ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം 4-ാം ദശകം, അഷ്ടാംഗയോഗവും തത്സിദ്ധിപ്രകാരവും. 10-ാം ശ്ലോകം. ലിംഗദേഹമപി സന്ധ്യജന്നധോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീർത്തുമൂർധത സാർദ്ധമേവ കരണൈർനിരീയതേ. അനന്തരം ആഗ്രഹങ്ങളില്ലാത്തവനായി ലിംഗദേഹത്തെയും വെടിഞ്ഞ് പരബ്രഹ്മസ്വരൂപമായ അങ്ങയിൽ ലയിക്കുന്നു. ഉപരിലോകത്തിൽ കൗതുകമുള്ളവനാകട്ടെ മൂർധാവിൽ നിന്നും സൂക്ഷ്മശരീരത്തോടുകൂടി തന്നെ നിർഗമിക്കുന്നു. 11-ാം ശ്ലോകം. അഗ്നിവാസരവളക്ഷപക്ഷഗൈ ഉത്തരായണജുഷാചദൈവതൈ പ്രാപിതോരവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അങ്ങയിൽ മാത്രം തത്പരനായ യോഗിയാകട്ടെ അഗ്നി, ദിവസം, ശുക്ലപക്ഷം, ഉത്തരായണം എന്നിവയിൽ അധിഷ്ഠിതങ്ങളായ ദേവതകളാൽ സൂര്യപദത്തിലെത്തിപ്പെട്ട് ധ്രുവലോകത്തെ പ്രാപിക്കുന്നു. 12-ാം ശ്ലോകം. ആസ്ഥിതോധമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയതേ ഭവതു പാശ്രയസ്തദാ വേധസ പദമദ പുരൈവ വാ. പിന്നീട് മഹർലോകമെത്തുന്ന അവിടുത്തെ ഭക്തൻ എപ്പോഴാണോ ആദിശേഷന്റെ വക്ത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തീയുടെ ചൂടേറ്റു പീഡനമേൽക്കുന്നത്, അപ്പോഴോ അതിനു മുൻപ് തന്നെയോ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ.